ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് രാവിലെ തന്നെ കോഴിക്കും മുയലിനും താറാവിനൊക്കെ ഒരുമിച്ച് തീറ്റ കൊടുക്കാൻ പോവുകയാണേ. മുയലിന് നമ്മൾ സാധാരണ ഇന്നിപ്പോൾ ഞാൻ കൊടുക്കുന്നത് കേടായ തക്കാളിയാണ്. നമ്മുടെ കടയിൽ തന്നെ കേടായി വേസ്റ്റായ തക്കാളി കുറേ ഉണ്ടായിരുന്നു. അതും പിന്നെ ഏത്തപ്പഴത്തിൻ്റെ തൊലി. ഇതാണ് രാവിലെ ഞാൻ മുയലിന് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കൊടുക്കുന്നത്. ഈ മുയൽ പ്രസവിച്ച് കിടക്കുന്ന മുയലാട്ടോ. അപ്പം സ്പെഷ്യലായിട്ട് നമ്മൾ തീറ്റ കൊടുക്കും. ഇപ്പം കുഞ്ഞുങ്ങളൊക്കെ പുറത്ത് വരാറായി, ഇച്ചിരി വലുതായി കേട്ടോ. 3 കുഞ്ഞുങ്ങളുണ്ട്, ബ്ലാക്കാണ്. അതിനുശേഷം ഞാൻ നേരെ താഴത്തോട്ട് വന്നു. നമ്മുടെ താറാവും കോഴിയൊക്കെ താഴെ വന്നു. നേരെ ഞാൻ താറാവ് കൂട്ടി ചെന്നു. ഇതിപ്പോൾ പുതിയതായിട്ട് താറാവിന് പണിത കൂടാണ് കേട്ടോ. താറാവിനും കോഴിക്കുമുള്ള തീറ്റ ഒരുമിച്ച് ഞാൻ എടുത്തുകൊണ്ട് വന്ന് തിരിച്ചവിടെ വെച്ച്. ഇതെന്തിനാണ് രണ്ടും ഞാൻ എടുക്കുന്നതെന്ന് ഓർത്തുകൊണ്ട്. ഇതാണ് താറാവിന് നമ്മൾ കുറച്ച് ചോറും അരിയും ഗോതമ്പും കൂടെ കൂട്ടിയിട്ടാണ് കൊടുക്കുന്നത്. നമ്മൾ താറാവിൻ്റെ തീറ്റയൊക്കെ ഇട്ട് കൊടുത്ത് താറാവിന് കുളമൊക്കെ ഉണ്ട് കേട്ടോ തൊട്ടപ്പുറത്ത്. വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഈ താറാവെല്ലാം മുട്ടയിട്ടുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ പുതിയ കൂട് വേണത്. അപ്പം പുതിയ കൂടിലോട്ട് താറാവിനെല്ലാം മാറ്റി. അന്നേരം താറാവ് മുട്ടയിടില്ല. പുതിയ കൂടായതുകൊണ്ടാണെന്ന് തോന്നുന്നു നമ്മളൊരു മുട്ടയൊക്കെ കൊണ്ടുവന്ന് അവിടെ വെച്ച് കാണിച്ചു കൊടുത്തു, എന്നാലെങ്കിലും ഇടട്ടേന്ന് വിചാരിച്ചു. പക്ഷേ താറാവ് അതിന് ശേഷം കൂട് മാറിയതിന് ശേഷം മുട്ടയിട്ടിട്ടില്ല. തീറ്റ തിന്നില്ലായിരുന്നു ആദ്യത്തെ കുറച്ച് ദിവസം. ഇപ്പോൾ പക്ഷേ തിന്നു തുടങ്ങി കേട്ടോ. നമ്മൾ ആരെങ്കിലും ഉള്ളപ്പോൾ കുളത്തിലിറങ്ങി നീന്തുമൊന്നുമില്ല. ആരും ഇല്ലാത്തപ്പം കുളത്തിലിറങ്ങി നീന്തുമൊക്കെ ചെയ്യും. അങ്ങനെ ഞാൻ നേരെ കോഴിക്കൂട്ടിലോട്ട് വന്ന് നമ്മുടെ കോഴിക്കുള്ള തീറ്റ എല്ലാം കൊടുക്കും കേട്ടോ. നമ്മൾ ഇറങ്ങി ചെന്ന് നമ്മുടെ ഒച്ച കേൾക്കുമ്പോഴത്തേക്കും കൂടിൻ്റെ അവിടെ വന്നിങ്ങനെ കൂട്ടം കൂടി നിൽക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. പൊക്കത്തൊരാൾ കയറിയിരിപ്പുണ്ട്, ഒരു പൂവ് പൊക്കത്ത. എപ്പോഴും പൊക്കത്ത് കയറി നിൽക്കത്തുള്ളൂ കണ്ടോ. നമ്മൾ പോയതിന് ശേഷം മാത്രമേ അവൻ താഴെ ഇറങ്ങി വന്ന് തിന്നുള്ളൂ. അതുവരെ അവൻ പൊക്കത്തേ നിൽക്കത്തുള്ളൂ, എന്നും അങ്ങനെ. ഞാൻ മുട്ട എടുക്കാൻ പോയി കേട്ടോ. മുട്ട ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ, അത് തോണ്ടി എടുത്തു. ഒരെണ്ണേ കിട്ടിയുള്ളൂ. അതിനുശേഷം ഞാൻ എടുത്തു വെച്ചിരുന്ന വെള്ളമായിട്ട് കോഴികൾക്ക് കുടിക്കാനുള്ള വെള്ളം പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തേ. അതിനുശേഷം ഞാൻ കുറച്ചു നേരം ഈ കോഴികളൊക്കെ ഇങ്ങനെ തീറ്റയൊക്കെ ചകഞ്ഞ് തിന്നുന്നതൊക്കെ ഇങ്ങനെ കാലും കൊണ്ട് ചെയ്യത്തില്ലേ, അതൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് കുറച്ചു നേരം. അതിനുശേഷം ഞാൻ പതുക്കെ കയറി പോകുന്നു കേട്ടോ. എനിക്ക് വീഡിയോ എടുത്ത് തന്നത് ഉണ്ണിക്കുട്ടനായിരുന്നേ. പോകാൻ കയറി നിൽക്കുന്നുണ്ടോ. ഞാൻ പോയി കഴിയുമ്പോൾ അവൻ ഇറങ്ങി വരുമായിരിക്കും. അതിനുശേഷം ഞാൻ ഉണ്ണിക്കുട്ടനോട് ചോദിച്ചു, എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ടോ ഉണ്ണിക്കുട്ടാന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുകയാണെങ്കിൽ കൂടെയൊക്കെ കാണാറുണ്ട്. അവൻ്റെ യൂട്യൂബ് വർക്കാവുന്നില്ല, അതുകൊണ്ട്. അങ്ങനെ അതും കഴിഞ്ഞു, നമ്മൾ കയറി പോന്നു കേട്ടോ. പോരുവാണ്. ആ പൂവനെ ഞാൻ ഒന്നുകൂടെ കാണിച്ചതാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.